നമ്മൾ ഇന്ത്യ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ അതിൻ്റെ 58ാമത്തെ മീറ്റിംഗാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ആ മീറ്റിങ്ങിൽ യുണൈറ്റഡ് നേഷൻസിനെതിരെ തന്നെ സംസാരിച്ചിട്ടുള്ളത്. അത് വേറെ ഒന്നുമല്ല, UN ഒരു ഹൈ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്ത് ഇന്ത്യയിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിരുന്ന വ്യക്തിയാണ് വോൾക്കർ തുർക്ക് എന്ന് പറയുന്നത്. ഈ വോൾക്കർ തുർക്ക് എന്നാണ് ഇയാളുടെ പേര്. ഈ വോൾക്കർ തുർക്കിന്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും അയാളുടെ ഒരു ഹിസ്റ്ററിയൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇയാൾ നിരന്തരം ഇന്ത്യക്കെതിരെ ഇങ്ങനെ വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഉണ്ടെന്നും സിവിക് സെൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച്, അതേപോലെ ഇവിടെ ഹേറ്റ് സ്പീച്ച് ഒക്കെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള ഹേറ്റ് സ്പീച്ച്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇയാൾ കൂടുതലായിട്ട് വിലയിരുത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യലി മണിപ്പൂർ, അതേപോലെ കശ്മീർ, രണ്ട് മേഖലകളെയും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് UNHRCയിൽ കൊടുത്തിരിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ എന്ന് പറയും. അപ്പൊ ഈ 58ാമത് മീറ്റിംഗിൽ നമ്മളുടെ UN പെർമനന്റ് അംബാസഡർ ആയിട്ടുള്ള അരിന്ദം ബാഗ്ചി ഇതിനെ കൃത്യമായിട്ട് ഗണ്ണിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസിൽ ഇതിനെ എതിർത്ത് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ പറയുന്ന പോലെയുള്ള നിങ്ങളുടെ ഒരു ചെറിയ സർക്കിളിലിട്ട് കാണേണ്ട കാര്യമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വൈബ്രന്റ് ആയിട്ടുള്ള വിവിധ തരത്തിലുള്ള ആൾക്കാർ, പല ജാതി, മതം, ലാംഗ്വേജിലൊക്കെ പെട്ട ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ. അത് നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഒരു മെഷർമെന്റ് എടുത്ത് ഇങ്ങനെ ഒരു റിപ്പോർട്ടൊന്നും പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഗണ്ണിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് നോക്കാം. കശ്മീരിന്റെ പഴയ അവസ്ഥയും കശ്മീരിന്റെ പുതിയ അവസ്ഥയും, കശ്മീരിൽ ഇത്തവണത്തെ വോട്ടിലുണ്ടായ ആ ഒരു വർധനവ്, അതായത് വോട്ടേഴ്സിൽ ഉണ്ടായ ഒരു വർധനവ് കാണിച്ചിട്ടുണ്ട്. അതേപോലെ കശ്മീരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റാപ്പിഡ് ഡെവലപ്മെന്റ്സ്, അവിടെ ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത്, അത് ആ ഒരു ഡെവലപ്മെന്റ്സ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്മെന്റ്സ്, അതിനെ ഏറ്റവും കൂടുതൽ സ്പെസിഫൈ ചെയ്ത് പറയുകയുണ്ടായി. കശ്മീർ നിങ്ങൾ പറയുന്ന പോലെയുള്ള ഒരു വയലേഷൻ അല്ല അവിടെ ഇരിക്കുന്നത്. അതുപോലെ ചെറി പിക്ക് ചെയ്ത് കൊണ്ടുവന്നുള്ള ഇതേപോലെ ചെറിയ ഇൻസിഡന്റുകളുമായിട്ട് എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ള രീതിയിലാണ് കശ്മീരിനെതിരെ പറഞ്ഞ വിഷയങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അരിന്ദം ബാഗ്ചി സംസാരിച്ചത്. മണിപ്പൂരിന്റെ വിഷയം സംസാരിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ അവിടെ ഉണ്ടായ കലാപം എന്താണെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. പലതരത്തിലുള്ള ആരോപണങ്ങളും പല രീതിയിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളും മണിപ്പൂരിന്റെ കലാപത്തിനെ ചൊല്ലി ഉണ്ടെങ്കിലും ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് വേറെയാണ് എന്നുള്ള നിലയിലുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് യുണൈറ്റഡ് നേഷൻസിൽ കൊടുക്കപ്പെട്ടത്. ഇപ്പൊ ഈ ഒരു തുർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയില്ലേ, ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. ഇപ്പൊ ഈ വോൾക്കർ തുർക്ക് എന്ന് പറഞ്ഞ ഈ വ്യക്തിയില്ലേ, ഈ വ്യക്തി വിയന്നയിൽ തന്നെയാണ് പഠിച്ചതും വളർന്നതും കാര്യങ്ങളൊക്കെ. അയാൾ അവിടെ തന്നെയാണ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് അവിടെ യുണൈറ്റഡ് നേഷൻസിൽ തന്നെയാണ് ഇയാൾ ജോലിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇയാൾ മുന്നോട്ട് പോകുന്നത്. യുണൈറ്റഡ് നേഷൻസിൽ തന്നെയാണ് ട്രെയിനിങ്ങും ഒരു പ്രൊഫസറായിട്ടൊക്കെ അവിടെ കയറി അവിടെ പണിയെടുത്ത് അവിടെ തന്നെയാണ് ഈ ജോലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. യുണൈറ്റഡ് നേഷൻസിന് ഒഴികെ അയാൾക്ക് വേറെ ഒരു കാര്യങ്ങൾ അറിയത്തില്ല. അതാണ് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും യുണൈറ്റഡ് നേഷൻസ് ആണ്. UN മാത്രമേ ആൾക്ക് അറിയുള്ളൂ. ഫുൾ ആൻഡ് ഫുൾ UNൽ മാത്രം വർക്ക് ചെയ്തുള്ള ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമർ ആണ് യുണൈറ്റഡ് നേഷൻസിൽ, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, പുള്ളി 2019 അന്റോണിയോ ഗുട്ടറസിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്ത് 2-3 വർഷം അന്റോണിയോ ഗുട്ടറസിന്റെ കീഴിൽ തന്നെ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുമ്പോഴത്തേക്കും യുണൈറ്റഡ് നേഷൻസിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അയാളുടെ ഒരു അസിസ്റ്റന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ രീതിയിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള പൊസിഷൻ, പവർഫുൾ എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അന്റോണിയോ ഗുട്ടറസിന്റെ അസിസ്റ്റന്റ് ആയിട്ട് പണിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2021-22 ഇയാൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ആ പോസ്റ്റിംഗ് അണ്ടർ സെക്രട്ടറി പോസ്റ്റിംഗ് ആണ്. അണ്ടർ സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് യുണൈറ്റഡ് നേഷൻസിൽ. 2022 ഹൈ കമ്മീഷണർ ആയിട്ട് ഒരു പോസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, ഈ UNHRCയുടെ ഹൈ കമ്മീഷണർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ പോസ്റ്റ് അല്ല. 2019 ഇയാൾ അന്റോണിയോ ഗുട്ടറസിന്റെ കീഴിൽ അസിസ്റ്റന്റ് ആയിട്ട് വരുന്നു. 2021-22 എത്രയും പെട്ടെന്ന് തന്നെ ഒരു പൊസിഷൻ അയാൾ കരസ്ഥമാക്കുന്നുണ്ട് അണ്ടർ സെക്രട്ടറി ആയിട്ട്. 2022 ഹൈ കമ്മീഷണറും ആയി. 2019, 20, 21, 22 ഒരു 4 വർഷം മതി ഒരു ഹൈ കമ്മീഷണർ ആവാൻ. 4 വർഷത്തെ എക്സ്പീരിയൻസ് ഇനഫ് എന്നാണ് യുണൈറ്റഡ് നേഷൻസ് പറയുന്നത്, ഞാനല്ല കേട്ടോ. വളരെ ഷോർട്ട് ടൈമിലാണ്, ജസ്റ്റ് 4 ഇയേഴ്സിലാണ് ഒരു ഹൈ കമ്മീഷണർ പോസ്റ്റിൽ അയാൾ എത്തിയിരിക്കുന്നത്. ജസ്റ്റ് അത്രയും പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ വിലയിരുത്തിക്കോ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. 2024 കഴിഞ്ഞ വർഷം ഇതേ UNHRC മീറ്റിംഗിൽ സെയിം സ്റ്റാൻഡ് തന്നെയാണ് പുള്ളി എടുത്തിരുന്നത്. ഒരു മാറ്റമില്ലാത്ത സെയിം റിപ്പോർട്ട് അതേപോലെ വെട്ടിത്തിരുത്തി ഡേറ്റ് മാറ്റി കൊണ്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ. 2024 പുള്ളിയുടെ നിലപാട് ഇന്ത്യക്കെതിരായിരുന്നു, ഇപ്പോഴും ഇന്ത്യക്കെതിരെ തന്നെയാണ്. ഇത് മാത്രമാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്. ഈ UNലൊക്കെ ജോലി ചെയ്യുന്ന ഇങ്ങനത്തെ ഹൈ കമ്മീഷണറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ആരാണ് ഇവരെയൊക്കെ റാറ്റിഫൈ ചെയ്യുന്നത്? ഇവർ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് എടുക്കുന്നതെന്ന് ആർക്കറിയാം? ഇത് അവിടെ നിന്ന് പറയുമ്പോണ്ടല്ലോ ലോകം കേൾക്കും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഈ യുണൈറ്റഡ് നേഷൻസ് നമ്മൾ എത്രത്തോളം തള്ളിക്കളഞ്ഞാലും ഇതൊരു ഗ്ലോബൽ ഫോറം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴത്തേക്കും ഇത് ഗ്ലോബൽ മീഡിയാസ് കവർ ചെയ്യും. ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ, ഇന്ത്യക്ക് എതിരായിട്ട് നിലപാടെടുക്കുന്ന ആൾക്കാരൊക്കെ ഈ മീഡിയ കവർ ചെയ്യും.
അവർ കവർ ചെയ്ത് ഇതിനെ ഫുൾ ആൻഡ് ഫുൾ എയർ ചെയ്തുകൊണ്ടിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതൊക്കെ എടുത്തിങ്ങനെ പറയേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്ത് കളയാവുന്ന കാര്യമാണ്. 2024 പുള്ളി ഇതുപോലെ തന്നെ സിവിക് സ്പേസ് ഇന്ത്യയിൽ വളരെ കുറവാണ്, ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് മൈനോറിറ്റീസ് എസ്പെഷ്യലി മുസ്ലിംസ്, അതുപോലെ തന്നെ ഹേറ്റ് സ്പീച്ച്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. ഇതാണോ ഏറ്റവും വലിയ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ? നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരുപാട് രാജ്യങ്ങൾ നടക്കുന്നുണ്ട്. കോങ്കോയിലൊക്കെ നല്ല രീതിയിലുള്ള വയലേഷനാണ്, പല ആഫ്രിക്കൻ കൺട്രീസിലും ഇത് നടക്കുന്നുണ്ട്, പല മിഡിൽ ഈസ്റ്റ് കൺട്രികളിലും ഇത് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിനെ ഇങ്ങനത്തെ ഒരു ഷെല്ലിൽ കൊണ്ട് ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ശരിക്കും ഇന്ത്യയുടെ ഒരു വൈബ്രന്റ് മനസ്സിലായ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്ത് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ളതാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഇത്തവണത്തെ UNHRC ചെയ്തിരിക്കുന്ന പരിപാടി. എന്താ ഇയാളുമായിട്ട് എനിക്കൊരു വിയോജിപ്പ് വരാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 2024 ഒക്ടോബറിൽ ഇയാൾ ബംഗ്ലാദേശ് സന്ദർശിച്ചിട്ടുണ്ട്. ഇതേ വോൾക്കർ തുർക്ക് ഷെയ്ഖ് ഹസീന പുറത്തു വന്നതിന് ശേഷം യൂനസിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. യൂനസിനെ കണ്ട് യൂനസിന്റെ വാക്കുകൾക്ക് ഒത്ത് ഇയാൾ അവിടുത്തെ പല കാര്യങ്ങളും കണ്ട് വിലയിരുത്തി എന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷെ ഇയാൾ ചെയ്ത പരിപാടി എന്താണ്? ഇയാൾ ചെയ്ത പരിപാടി വേറെ ഒന്നുമല്ല. ഇയാൾ ഗവൺമെന്റ് എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് ഇയാൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് ചെയ്യുകയും അവിടെ ഈ സ്റ്റുഡന്റ് ഈ കലാപം ഉണ്ടാക്കിയ ആൾക്കാരില്ലേ, ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഒരു സ്റ്റുഡൻസ് ഗ്രൂപ്പുകൾ അടികൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതായത് അവിടെ ഈ ഒരു ഷെയ്ഖ് ഹസീന പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കെതിരെ വലിയ രീതിയിലുള്ള കലാപമാണല്ലോ ഉണ്ടായത്. ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് എക്സ്ട്രാഡിറ്റ് ചെയ്ത് വരുന്നത്. അതിനുശേഷം നല്ല രീതിയിലുള്ള കലാപങ്ങൾ അവിടെ മൊത്തത്തിൽ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അപ്പൊ അങ്ങനെ അതില് ആ കലാപം ഉണ്ടാക്കിയ ആൾക്കാരെയാണ് പോയി സന്ദർശിച്ചത്. കലാപം ആരാണോ കലാപകാരികൾ, ആരാണോ കലാപത്തിന് ആഹ്വാനം ചെയ്ത ആൾക്കാർ, ആരാണോ കലാപം നടത്തിയ വ്യക്തികൾ, കലാപം നടത്തിയ ആൾക്കാർക്കും അടികൊള്ളുമല്ലോ. അങ്ങനെ അടികൊണ്ട് ആശുപത്രിയിൽ കിടന്ന സ്റ്റുഡൻസിനെയാണ് പോയി ഇയാൾ വിസിറ്റ് ചെയ്തത്. നേരെ മറിച്ച് അവർ കലാപം ഉണ്ടാക്കിയ കലാപകാരികൾ അടി കൊടുത്ത് അടി മേടിച്ചു കൂട്ടിയ മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഈ മൈനോറിറ്റി ഒരു കൺസേൺ കാണിച്ചില്ല, ഒരു മൈനോറിറ്റി ഇയാൾ പോയി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് നേരെ ഇയാൾ യുണൈറ്റഡ് നേഷൻസിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബംഗ്ലാദേശിനെ കുറിച്ച് വളരെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് വോൾക്കർ തുർക്ക് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി UN സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ബംഗ്ലാദേശിനെ കുറിച്ച് ഒരു രീതിയിലുള്ള മൈനോറിറ്റി ക്രൈസിസും ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസും ഒന്നും ഇല്ല എന്നാണ് ഇയാൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇയാൾ ഇതേപോലെ ഇസ്രായേലിനെതിരെ ഗാസയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ഈ ഒരു വോൾക്കർ തുർക്ക് എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ ഇതൊക്കെ അന്റോണിയോ ഗുട്ടറസിന്റെ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് വളരെയധികം ഉണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അന്റോണിയോ ഗുട്ടറസിന് എവിടെ നിന്നൊക്കെ പൈസ പോയിട്ടുണ്ടെന്നുള്ളത് അയാളുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ യുണൈറ്റഡ് നേഷൻസിന്റെ തലപ്പത്തിരിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാളൊക്കെ അന്റോണിയോ ഗുട്ടറസിനെ കൃത്യമായി പരിശോധിക്കണം. പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. അപ്പൊ ഇസ്രായേലിന്റെ അംബാസിഡർ നിർ ബർക്കത്ത് പറഞ്ഞിരിക്കുന്നത്, അതായത് ഗാസയെ സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിനെതിരെയുള്ള റിപ്പോർട്ടാണല്ലോ ഈ ഒരു വോൾക്കർ തുർക്ക് കൊടുത്തത്. ഒറ്റ വരി കൊണ്ടാണ് ഇസ്രായേൽ തള്ളിക്കളഞ്ഞത്. ടോട്ടൽ നോൺസെൻസ്, ഈ ഒറ്റ വാക്കാണ് പറഞ്ഞത്. ടോട്ടൽ നോൺസെൻസ്, ഈ ഒറ്റ വാക്ക് പറഞ്ഞ് ആ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒരു എക്സ്പ്ലനേഷൻ ഇസ്രായേൽ കൊടുക്കാൻ പോയില്ല. കാരണം ഇസ്രായേലിന് അറിയാം UNHRC വരാൻ പോകുന്ന റിപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ളത് ഇസ്രായേലിന് ഓൾറെഡി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒറ്റ വാചകത്തിൽ അതിനെ തള്ളിക്കളഞ്ഞത്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ആസ്ട്രിഡ് എന്ന് പറയുന്നത് ബെൽജിയത്തിന്റെ പ്രിൻസസ് ആണ്. ബെൽജിയത്തിന്റെ പ്രിൻസസ്. ഇവര് ഏതാണ്ട് 300+ മെമ്പേഴ്സുമായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ഈ 335 ഡെലിഗേറ്റ്സിനെ കൊണ്ട് അവർ ഇന്ത്യ സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഈ 335-നുള്ളിൽ ഏതാണ്ട് 100ഓളം ആൾക്കാർ എന്റർപ്രണേഴ്സ് ആണ്. എന്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ ഇൻവെസ്റ്റേഴ്സ് ആണ്, അതുപോലെ തന്നെ 100ഓളം കമ്പനികളുടെ ഓണേഴ്സ് ആണ്. ഇവരുമായിട്ടാണ് ഇന്ത്യ സന്ദർശിക്കാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പ്രൈം മിനിസ്റ്ററുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ഇതുവരെ അത് നടന്നിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇന്ന് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കുള്ളിൽ. ഇത് ലക്ഷ്യം വേറെ ഒന്നുമില്ല, ലക്ഷ്യം ഇന്ത്യയുമായിട്ടുള്ള സാധ്യതകൾ, ഇന്ത്യയുമായിട്ട് ഒരു കൊളാബറേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന് പ്രൈം മിനിസ്റ്റർ മോദി ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന്റെ താരിഫ് കട്ട് ചെയ്തിട്ട് 15% ആക്കിയല്ലോ കുറച്ച്. അപ്പൊ ഇങ്ങനെ ഒരു 15% ആക്കിയത് ആഗോള തലത്തിൽ തന്നെ ഒരു ചലനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരുപാട് ആൾക്കാർ ഇന്ത്യയെ അപ്രോച്ച് ചെയ്യുന്നത് ഈ താരിഫിൽ നെഗോസിയേഷൻ വരുത്തിക്കൊണ്ട് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ, കാരണം ഇത്രയും കാലം ഇന്ത്യയുടെ ഒരു താരിഫ് റേറ്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയതായിട്ട്, യൂറോപ്യൻ മേഖലയ്ക്ക് പ്രത്യേകിച്ചും തോന്നിയതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഇപ്പം കൂടുതൽ താല്പര്യം കാണിച്ച് മുന്നോട്ട് വരികയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നെഗോഷിയേറ്റ് ചെയ്ത് ഇന്ത്യക്കുള്ളിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ള ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകൾ നടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അപ്പൊ അതിനകത്ത് അജണ്ടയിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. ഇതിനകത്ത് ബെൽജിയം ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ വേരിയസ് സെക്ടറുകളിലാണ് കൊളാബറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റിന്യൂവബിൾ എനർജി, ഡിഫൻസ്, എക്കോ കൺസ്ട്രക്ഷൻ, പിന്നെ ലൈഫ് സയൻസ്, അതുപോലെ തന്നെ സ്റ്റീൽ ഡീകാർബണൈസേഷൻ,
ഈ മേഖലകളാണ് ഏറ്റവും കൂടുതൽ പ്രാഥമികമായിട്ട് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഫാക്ടറീസ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ഇവിടെ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണമാണ് അവർ നടത്തുന്നത്. ഇതൊക്കെ ബെൽജിയത്തിന്റെ ഭാഗത്ത് നിന്ന് അവർ കാണിക്കുന്ന താല്പര്യങ്ങളാണ്. അല്ലാതെ ഇതൊന്നും ഇന്ത്യക്കുള്ളിൽ ഇപ്പൊ ഇവിടെ വന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ പ്രാഥമികമായിട്ട് അവർ ഡിസ്കസ് ചെയ്യാൻ, ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് അവർ വന്നിരിക്കുന്നത്. ഇത് കൂടാതെ സെമി കണ്ടക്ടർ, ക്ലീൻ എനർജി, ഈ രണ്ട് മേഖലയിലും കൂടെ അവർക്ക് താല്പര്യമുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ, കുറച്ച് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലും കൂടെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ അല്ല, റിസർച്ച് തലത്തിൽ പല ലബോറട്ടറീസ് അങ്ങനത്തെ കാര്യങ്ങൾ. മാക്സിം പ്രബോട്ട് എന്ന് പറയുന്നത് ബെൽജിയത്തിന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണ്. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുമായിട്ട് ഇന്ത്യ അതേപോലെ ഒരു ടീമിനെ തയ്യാറാക്കി ഈ ടീമുമായിട്ട് ചർച്ച നടത്തുകയാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യക്ക് വേണ്ട കാര്യങ്ങൾ കുറച്ച് ഇന്ത്യ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈലേറ്ററൽ പാർട്ട്ണർഷിപ്പ് ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് ബെൽജിയവുമായിട്ട്. അത് ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, സ്പെഷ്യലി ഫാർമസ്യൂട്ടിക്കൽ ഏറ്റവും കൂടുതൽ ഫാർമസി പ്രോഡക്റ്റുകൾ അങ്ങോട്ട് കയറ്റി അയക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ബൈലേറ്ററൽ എഗ്രിമെന്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ഈ ബൈലേറ്ററൽ എഗ്രിമെന്റ് എന്തായാലും ഉറപ്പാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം അമേരിക്ക ഒരു സൈഡിൽ ഫാർമസി പ്രോഡക്റ്റിനൊക്കെ താരിഫ് കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്ത് വേറെ വേറെ രാജ്യങ്ങൾക്ക് പ്രോഡക്റ്റ് കയറ്റി അയക്കാനുള്ള മാർഗങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇതിനകത്ത് ഫാർമസി പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബൈലേറ്ററൽ എഗ്രിമെന്റ് ഇന്ത്യ കൂടുതൽ മുന്നോട്ട് വെക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, ഇതിലുപരിയായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് UK, അയർലാൻഡ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ. അവിടെയും ഇതേപോലെ ഒരുപാട് ബൈലേറ്ററൽ എഗ്രിമെന്റ്സും നമ്മുടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പുതിയ പുതിയ കരാർ, ബൈലേറ്ററൽ എഗ്രിമെന്റ്സ് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് വെക്കാം, ഏതൊക്കെ പ്രോഡക്റ്റുകൾ, എസ്പെഷ്യലി ഒരു അമേരിക്ക താരിഫ് തരും എന്ന് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എഗ്രിമെന്റ് തയ്യാറാക്കി പുതിയ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ 4-ാം തീയതി മുതൽ 9-ാം തീയതി വരെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ UK, അയർലാൻഡ് 2 രാജ്യങ്ങളും സന്ദർശിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബെൽജിയം ടീം അവരുടെ അടുത്ത പദ്ധതി, ഈ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ 5-ാം തീയതി 6-ാം തീയതി 2 ദിവസം മുംബൈയിൽ ഉണ്ടാവും. മുംബൈയിൽ പ്രധാനപ്പെട്ട 2-3 കോൺഫറൻസുകളൊക്കെ അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 7-ാം തീയതി ആസ്ട്രിഡ് എന്ന് പറഞ്ഞ ഈ ഒരു ബെൽജിയത്തിന്റെ പ്രിൻസസ് മഹാരാഷ്ട്ര ഗവർണർ CP രാജശേഖരനെ മീറ്റ് ചെയ്യും. ആ മീറ്റിംഗോട് കൂടിയാണ് ഈ ഒരു ബെൽജിയത്തിന്റെ ട്രിപ്പ് വൈൻഡ് അപ്പ് ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്തായാലും 7-ാം തീയതി വരെ ഈ ഒരു ബെൽജിയത്തിന്റെ ടീം ഇന്ത്യക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇന്ത്യയുടെ നേവൽ ഷിപ്പുകൾ 3 എണ്ണം തായ്ലാന്റിലെ പുക്കറ്റിൽ ഡീപ് സീ പോർട്ടിൽ ഡോക്ക് ചെയ്തിട്ടുണ്ട്. 3 എണ്ണം. INS ഷാർദുൾ, INS സുജാത, ICGS വീര. ഈ ഒരു 3 നേവൽ ഷിപ്പുകളാണ് തായ്ലാന്റിൽ ഡോക്ക് ചെയ്തിരിക്കുന്നത്. തായ്ലാന്റിന്റെ പ്രസിഡന്റ് പ്രബുവോ സുബിയാന്തോ ഇന്ത്യ വിസിറ്റിന് വന്നതിന് ശേഷം അന്ന് ഉണ്ടാക്കിയ കരാറിൽപ്പെട്ടതാണ് ഈ ഒരു തായ്ലാന്റുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ്. മാരിടൈം സെക്യൂരിറ്റി സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 3 നേവൽ ഷിപ്പുകളും തായ്ലാന്റിൽ നമ്മൾ ഡോക്ക് ചെയ്തത്. ഇതൊക്കെ ചൈനയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. നമുക്കും പല രാജ്യങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ബാധ്യത ഇന്ത്യക്ക് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.